Closing a file. Whenever we open a file for input or output operations, it must be closed. അതായത് ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു ഫയൽ നമ്മൾ തീർച്ചയായും അതിനെ ക്ലോസ് ചെയ്യണം. അപ്പൊ എങ്ങനെ ക്ലോസ് ചെയ്യാം? നമ്മൾ ഓപ്പൺ ചെയ്യാൻ എന്തായിരുന്നു ചെയ്യുന്നത്? ഫയൽ നെയിം ഡോട്ട് ക്ലോസ് എന്ന് കൊടുത്തതിന് പോലെ ഓപ്പൺ ചെയ്യാൻ ഇപ്പൊ എന്ത് കൊടുക്കും? ക്ലോസ് ചെയ്യാൻ നമ്മൾ ഓപ്പൺ ചെയ്യാൻ എന്തായിരുന്നു കൊടുത്തത്? സ്ട്രീം ഡോട്ട് ഓബ്ജെക്ട് ഡോട്ട് ഓപ്പൺ, പിന്നെ നമ്മൾ ഏത് ഫയലാണോ തുറക്കേണ്ടത് അതിന്റെ പേര് കൊടുക്കും. എന്നതുപോലെ ക്ലോസ് ചെയ്യാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ക്ലാസ് ഓബ്ജെക്ട് ഡോട്ട് ക്ലോസ് ആൻഡ് ദെൻ ഫയൽ ഡോട്ട് ഓബ്ജെക്ട് ഡോട്ട് ക്ലോസ്. അതായത് നമ്മൾ ഓപ്പണിന് ചെയ്ത പോലെ തന്നെ ക്ലോസിനും ചെയ്യണം. എന്ത് ചെയ്യും? സ്ട്രീം ഡോട്ട് ഓബ്ജെക്ട് ദെൻ ഓബ്ജെക്ട് ഡോട്ട് ഓപ്പൺ ആയിരുന്നു എന്തെങ്കിലും ചെയ്തത്? ഓപ്പൺ ചെയ്യാൻ. അതുപോലെ നമ്മൾ ക്ലോസിനും എന്താ? സ്ട്രീം ഡോട്ട് ഓബ്ജെക്ട് ഡോട്ട് ക്ലോസ്. A file must be closed after input or output. ഇൻപുട്ടിനോ ഔട്ട്പുട്ടിനോ ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഫയൽ ക്ലോസ് ചെയ്യണം. ഇൻപുട്ട് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഓപ്പറേഷൻ ക്യാരി ഔട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ഫയലിനെ ക്ലോസ് ചെയ്യണം. എക്സാമ്പിൾ ക്ലാസ് ഓബ്ജെക്ട് dot close, then my file dot close. When close function is called, the stream object can be reused to open another file and the file is available again to be opened by other process or stream object. അപ്പോൾ നമ്മൾ ഒരു ഫയൽ നമ്മൾ ഇവിടെ ഇപ്പോ എന്താ? When the close function is called, the stream object can be reused to open another file. നമ്മൾ ക്ലോസ് ഫംഗ്ഷനെ കോൾ ചെയ്ത് കഴിയുമ്പോൾ ഇവിടുത്തെ ഈ സ്ട്രീം ഒബ്ജക്റ്റ് എന്നുള്ള സ്ട്രീം ഉണ്ടല്ലോ, ആ സ്ട്രീമിനെ നമുക്ക് വേറൊരു ഫയൽ ഓപ്പൺ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ആൻഡ് ദ ഫയൽ ഈസ് അവൈലബിൾ അഗെയിൻ ടു ബി ഓപ്പൺ ബൈ അതർ പ്രോസസ് ഓർ സ്ട്രീം ഒബ്ജക്ട്. നമ്മളിപ്പോൾ ഒരു സ്ട്രീം ഉപയോഗിച്ച് ഒരു ഫയലിനെ ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് ആ സ്ട്രീം ഉപയോഗിച്ച് വേറൊരു ഫയല്, ആ സ്ട്രീമിനെ റീയൂസ് ചെയ്ത് വേറൊരു ഫയൽ ഓപ്പൺ ചെയ്യാം. ആൻഡ് ദ ഫയൽ ഇസ് അവൈലബിൾ അഗെയിൻ ടു ബി ഓപ്പൺഡ് ബൈ അതർ പ്രോസസ് ഓർ സ്ട്രീം ഒബ്ജക്ട്. ഒരു സ്ട്രീം ഉപയോഗിച്ച് ഒരു ഫയലിനെ ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് ആ സ്ട്രീമിനെ റീയൂസ് ചെയ്ത് വേറൊരു ഫയൽ ഓപ്പൺ ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ച ഫയലിനെ നമുക്ക് വേറെ ഏതെങ്കിലും പ്രോസസ്സോ സ്ട്രീം ഒബ്ജക്റ്റ് ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യാനും പറ്റും. When close function is called, നമ്മൾ ക്ലോസ് എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഫയൽ ക്ലോസ് ആവും. ക്ലോസ് ആവുമ്പോൾ എന്താണ്? സ്ട്രീം ഒബ്ജക്ട് ക്യാൻ ബി റീയൂസ്ഡ് ടു ഓപ്പൺ അനദർ ഫയൽ. Stream object can be reused to open another file. നമ്മൾ ഒരു സ്ട്രീം, അപ്പോൾ ഒബ്ജക്റ്റ് എന്നുള്ള സ്ട്രീം ഉപയോഗിച്ച് ഈ ഫയൽ ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് ആ സ്ട്രീം ഉപയോഗിച്ച് വേറൊരു ഫയലിനെ ഓപ്പൺ ചെയ്യാം. അതുപോലെ തന്നെ ക്ലോസ് ചെയ്ത ഫയൽ എങ്ങനെയാണ്? ക്ലോസ് ചെയ്ത ഫയൽ വേറെ ഏതെങ്കിലും പ്രോസസ്സോ സ്ട്രീം ഒബ്ജക്റ്റോ ഉപയോഗിച്ച് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഫയൽ അവൈലബിൾ when file is available again to be opened by
other process or stream object. നമ്മൾ ഒരു ഫയൽ ക്ലോസ് ചെയ്യാനുള്ള ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ സ്ട്രീം ഒബ്ജക്റ്റിനെ വേറൊരു ഫയൽ ഓപ്പൺ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ ആ ക്ലോസ് ചെയ്ത ഫയലിനെ നമുക്ക് വേറെ ഏതെങ്കിലും പ്രോസസ് കൊണ്ട് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ സ്ട്രീം ഒബ്ജക്റ്റ് ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യാനും പറ്റും. സോ ദിസ് ഈസ് ഹൗ യു ക്ലോസ് എ ഫയൽ. നമ്മളൊരു ഫയൽ ഓപ്പൺ ചെയ്ത് അതിനകത്ത് എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ അതിനെ തീർച്ചയായിട്ടും നമ്മൾ ക്ലോസ് ചെയ്തിരിക്കണം. അതാണ് ഏറ്റവും ആദ്യത്തെ പോയിന്റ്. A file must be closed after input or output operation. Now next is reading from and writing to a file. നമ്മൾ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും അറിഞ്ഞ് നോക്കി. Now let us see how to read from a file and write to a file. Reading from and writing to a file. Reading from and writing to a file. Writing to a file is done using stream insertion operator. Writing to a file. അതിന് എന്താണ് ഉപയോഗിക്കുന്നത്? Stream insertion operator. Stream insertion operator യൂസ് ചെയ്തിട്ടാണ് ഒരു ഫയലിലോട്ട് നമ്മൾ എന്തെങ്കിലും റൈറ്റ് ചെയ്യുന്നത്. So writing to a file is done using stream insertion operator. ഇതാണ് stream insertion operator. അതിന്റെ സിന്റാക്സ് എങ്ങനെയാണെന്ന് നോക്കാം. Syntax is object name കോഡ്സിൽ നമ്മൾ ടെക്സ്റ്റ് കൊടുക്കുക. അതല്ല ഏതെങ്കിലും വേരിയബിൾ ആണെങ്കിൽ എങ്ങനെ ചെയ്യും? ഓബ്ജക്റ്റ് നെയിം കോഡ്സ് ഇല്ലാതെ വേരിയബിൾ. സോ ഇത് നമ്മൾ റൈറ്റിംഗ് ടു ഫയലിന്റെ എക്സാമ്പിൾ ആണ് സി ഔട്ട്. സി ഔട്ടിന് നമ്മൾ എന്താ ചെയ്യുന്നത്? സ്ട്രീം ഇൻസേർഷൻ ഓപ്പറേറ്റർ ആണ് ഉപയോഗിക്കുന്നത്. സി ഇനും സി ഔട്ടും എന്താണ്? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, സി ഇൻ ആൻഡ് സി ഔട്ട് എന്ന് പറയുന്നത് they are objects of I stream and O stream. നമ്മള് എന്താ സി ഇൻ സി ഔട്ട് എങ്ങനെ യൂസ് ചെയ്യാം? സി ഔട്ട് യൂസ് ചെയ്യുമ്പോൾ സി ഔട്ട് വേരിയബിൾ ആണെങ്കിൽ കോഡ്സ് ഇല്ലാതെ കൊടുക്കും, ടെക്സ്റ്റ് ആണെങ്കിൽ കോഡ്സിൽ കൊടുക്കും. Now to read from a file, to read from a file, ഒരു ഫയലിൽ നിന്ന് റീഡ് ചെയ്യണമെങ്കിൽ we have to use stream extraction operator. എന്ത് ഉപയോഗിക്കണം? stream extraction operator. ഇതാണ് stream extraction operator. അപ്പൊ അതിന്റെ സിന്റാക്സ് എങ്ങനെയാ? അതിൽ നമുക്ക് വേരിയബിൾ മാത്രമേ ഉള്ളൂ. ഓബ്ജക്റ്റ് നെയിം variable. So this is how you read from a file. So to write to a file, stream insertion operator. To read from a file, stream extraction operator. നമ്മൾ ഒരു ഫയലിൽ നിന്ന് എടുക്കുകയാണ്, അത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നു. അങ്ങനെ ഓർക്കുക, stream extraction operator. ഒരു ഫയലിലോട്ട് എഴുതുകയാണെന്ന് ഒരു ഫയലിലോട്ട് എന്തോ ഇൻസേർട്ട് ചെയ്യണം, അതുകൊണ്ട് you are using stream insertion operator. Now for files we don't use cin and cout because they are objects of if stream and
O stream. For files C in and C out are not used. കാരണം എന്താ? They are objects of I stream and O stream because they are objects of I stream and O stream. I stream inde O stream inde objects ആയതുകൊണ്ട് ഫയൽസിനെ നമ്മൾ C in C out യൂസ് ചെയ്യില്ല. So to read from a file you have to use stream extraction operator and the syntax is object name stream extraction operator variable semicolon. ഇനി ഒരു ഫയലിലോട്ട് റൈറ്റ് ചെയ്യണമെങ്കിൽ in order to write to a file use stream insertion operator. Syntax is object name stream insertion operator within quotes the text then semicolon, or if it is a variable the syntax is object name stream insertion operator variable semicolon. Now let us see an example. Hash include f stream dot h hash include iostream dot h hash include conio dot h. Then void main char data of ഒരു array initialize ചെയ്യുവാണ് data. Then int age of stream out file dot open a file dot dat. Then cout writing to the file /n, writing to the file /n. Then cout enter your name, enter your name, then cin dot get line data comma 100. അപ്പോൾ നമ്മൾ പേര് ഇൻപുട്ട് ചെയ്യുന്നു. cin dot get line data comma 100 ഇവിടെയാണ് നമ്മൾ നെയിം ഇൻപുട്ട് ചെയ്യുന്നത്. ഇൻപുട്ട് ചെയ്യാനാണ് cin dot get line എന്ന് കൊടുത്തത്. Now out file data endl, out file data endl. അപ്പോൾ ഇത് റൈറ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് സ്ലാഷ് കൊടുക്കുന്നതിനാലും endl കൊടുത്തു. Then cout /n enter your age, age enter ചെയ്യാൻ വേണ്ടി enter your age. Then cin age, then out file age endl. നമ്മൾ ഫയൽസ് ആയതുകൊണ്ടാണ് cout ഉം cin ഉപയോഗിക്കാതെ out file ഒക്കെ കൊടുക്കുന്നത്. Then out file dot close.
ഔട്ട് ഫയൽ എന്നുള്ള ഒബ്ജക്റ്റ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. സോ ഔട്ട് ഫയൽ ഡോട്ട് ക്ലോസ്, നമ്മൾ ക്ലോസ് ചെയ്യണം. ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് അതിനകത്തെ ഓപ്പറേഷൻസ് ക്യാരി ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ലോസ് ചെയ്യണം. ഇപ്പൊ നമ്മൾ എന്താണ് റൈറ്റിംഗ് ടു എ ഫയൽ എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് റീഡിംഗ് ടു എ ഫയൽ പാർട്ട് നോക്കാം. if stream dot in file class object name if stream dot in file നമ്മൾ in file dot open a file dot dat നമ്മൾ ആദ്യം ഒരു സ്ട്രീം ഉപയോഗിച്ച് out file dot open a file dot dat അവിടെ നമ്മൾ ഒരു സ്ട്രീം ഉപയോഗിച്ച് എന്ത് ചെയ്തു, ഫയൽ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഫയൽ ക്ലോസ് ചെയ്തു. ആ ക്ലോസ് ചെയ്ത ഫയലിനെ വേറൊരു സ്ട്രീം ഉപയോഗിച്ചാണ് ഇപ്പം ഓപ്പൺ ചെയ്യുന്നത്. ഇൻ ഫയൽ ഡോട്ട് ഓപ്പൺ എ ഫയൽ ഡോട്ട് ഡാറ്റ്. നമ്മൾ നേരത്തെ ഒരു സ്ട്രീം ഉപയോഗിച്ച് ഫയലിനകത്ത് ഓപ്പറേഷൻ അതിനെ ഓപ്പൺ ചെയ്ത് ഓപ്പറേഷൻസ് എല്ലാം നടത്തി അതിനെ ക്ലോസ് ചെയ്തു. ഇവിടെ ഇപ്പോൾ വേറെ സ്ട്രീം ഉപയോഗിച്ചാണ് ഫയൽ ഓപ്പൺ ചെയ്തത്. ഇൻ ഫയൽ ഡോട്ട് ഓപ്പൺ in file dot open a file dot dat same ഫയൽ തന്നെ വേറെ സ്ട്രീം ഉപയോഗിച്ചാണ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നത്. then cout reading from file reading from file then in file data നമ്മൾ ഇവിടെ ഔട്ട് ഫയൽ ഡേറ്റ എന്നായിരുന്നു അവിടെ റൈറ്റ് ചെയ്യാൻ ഉപയോഗിച്ചെങ്കിൽ ഇവിടെ ഇൻ ഫയൽ ഡേറ്റ എന്ന് കൊടുക്കും. എന്തിനാണ്? ഒരു ഫയലിൽ നിന്ന് റീഡ് ചെയ്യാൻ. then cout data /n in file age cout age /n നമുക്ക് ഫയൽ ക്ലോസ് ചെയ്യണം. റീഡിംഗ് ഫ്രം ഫയൽ എന്നുള്ള ഓപ്പറേഷൻ കഴിഞ്ഞ് ഇനി ആ ഫയൽ ക്ലോസ് ചെയ്യണം. ഇൻ ഫയൽ ഡോട്ട് ക്ലോസ്. So this is an example for reading from a file and writing to a file. ഈ ആദ്യത്തെ പാർട്ട് ഉണ്ടല്ലോ, ഇവിടെ ക്ലോസ് ചെയ്യുന്നത് വരെ, ഇവിടെ തൊട്ട് ഇവിടെ ക്ലോസ് ചെയ്യുന്നത് വരെ അത്രയും എന്താണ് റൈറ്റിംഗ് ടു എ ഫയൽ. അതിനുശേഷം വരുന്നത് റീഡിംഗ് ഫ്രം എ ഫയൽ. So this is how you read from a file and write to a file. When you read from a file, stream extraction operator ഉപയോഗിക്കണം. ഒബ്ജക്ട് നെയിം കഴിഞ്ഞ് സ്ട്രീം എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് വേരിയബിളിന്റെ പേര് കൊടുക്കുക. അപ്പൊ നമുക്ക് അത് വേരിയബിളിന്റെ അത് റീഡ് ചെയ്യാൻ പറ്റും. ദെൻ ഒരു ഫയലിലോട്ട് റൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒബ്ജക്ട് നെയിം കഴിഞ്ഞ് സ്ട്രീം ഇൻസേർഷൻ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് ടെക്സ്റ്റ് ആണെങ്കിൽ ടെക്സ്റ്റ് ആണ് നമുക്ക് റൈറ്റ് ചെയ്യണമെങ്കിൽ കോഡ്സിനകത്ത് മെൻഷൻ ചെയ്യാം. ടെക്സ്റ്റ് അല്ലെങ്കിൽ വേരിയബിൾ ആണ് നമ്മൾ റൈറ്റ് ചെയ്യുന്നെങ്കിൽ വേരിയബിളിന്റെ പേര് മെൻഷൻ ചെയ്യണം. അപ്പോൾ in order to write to a file use stream insertion operator. ഒരു ഫയലിലോട്ടാണ് റൈറ്റ് ചെയ്യുന്നത്. ഒരു ഫയലിലോട്ട് റൈറ്റ് ചെയ്യുമ്പോൾ you are inserting something into a file. So എന്ത് ചെയ്യണം? stream insertion operator. അതുപോലെ reading from a file തന്നെ you are extracting from a file. So you use stream extraction operator.